ഇന്നൊരു സ്ലോ ഡേ ആണ്. ഒന്നിനും ഒരു മൂഡില്ല. ആകെ ടയേർഡാണ്. ലാസ്റ്റ് വീക്ക് ട്രാവലും കാര്യമൊക്കെ ആയിട്ട്. ഇത് മോളുടെ കട്ടിലാണ്. അവൾക്ക് ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അവളുടെ മാത്രം ഒരു സ്പേസായിട്ട്. അവൾക്ക് കുറേ ടോയ്സൊക്കെ വേണം വീട്ടിൽ. അതാണ് ഇത്രയും ടോയ്സൊക്കെ ഇരിക്കുന്നത്. അവളൊരു യൂണിക്കോൺ ഫാനാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളെ കട്ടിലും കിടക്കുന്നത്. ഈ കട്ടിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അവളെ കട്ടിലിൻ്റെ അടുത്ത് തന്നെയാണ് വിൻഡോ വരുന്നത്. അതൊന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് കാണുന്നത്. താഴത്ത് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് പാർക്കൊക്കെ കാണാൻ പറ്റും. നല്ല ഒരു കാലാവസ്ഥയാണ് എന്നുള്ളത്. എൻ്റെ ഡ്രസ്സ് ഞാൻ ആമസോണിൽ വാങ്ങിയ ഈ ഒരു ഓർഗനൈസറിലാണ് വെച്ചിട്ടുള്ളത്. മോളത് ഞാൻ ഐക്കേന്ന് വാങ്ങിച്ച ഈ ഒരു ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. ഇത് ഭയങ്കര ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു കാർഡ്ബോർഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവളുടെ നൈറ്റ് ഡ്രസ്സ് വേറെ, അവളുടെ ഫ്രോക്ക് എന്തൊക്കെ വേറെ എന്ന് വയ്ക്കാൻ വേണ്ടി എടുക്കാനും നല്ല സുഖമാണ്. ഇത് ഞങ്ങൾ ബെഡ്റൂമിൻ്റെ തന്നെ മറ്റ് സൈഡിലുള്ളതാണ് ഒരു വർക്ക് സ്റ്റേഷൻ പോലെ. അതിൽ ഞാൻ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഈ ഒരു വുഡൻ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഞാനൊരു വെറ്റ് വൈപ്സും വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ബുഫേ ടേബിളിൻ്റെ ഒരു കോർണറാണ്. ഇതൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ്. എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. ഇതെൻ്റെ അടുക്കളയുടെ ഒരു കോർണറാണ്, മൈക്രോവേവിൻ്റെ അടുത്ത്. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ കെറ്റിലും ഫ്രൂട്ട് ബാസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുള്ളത്. ഇതെൻ്റെ ലിവിങ് ഏരിയ ആണ്. ആകെ മെസ്സിയാണ്. ടീപ്പോയി ഒന്ന് ക്ലീൻ ചെയ്തു, ഒരു പ്ലാന്റ് വെച്ചു. ഈ സോഫ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നീറ്റാക്കണം, അല്ലെങ്കിൽ കവറ് ഇങ്ങനെ ഇതായിപ്പോവും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ കൂടെയുള്ളൊരു വൈറ്റ് സംഭവം ഉണ്ട്, നമ്മൾ തിരികെ വെച്ചാൽ മതി. അപ്പോൾ അത് നീറ്റായിട്ട് നിന്നോളും. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ടൈമായി ഫുഡിനുള്ള ലഞ്ച് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എന്നെ സഹായിക്കാനുള്ള ദീദി വരുന്ന സമയത്ത് ഞാൻ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കാര്യമായിട്ടൊന്നും ചോറും വഴുതനങ്ങ പൊരിച്ച് തൈരിലിട്ടതും പിന്നെ ബീൻസ്